ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. ഇരു ജാമ്യ ഹർജികളും വാദം പൂർത്തിയായതോടെയാണ് വിധി പ്രഖ്യാപനം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യ ഹർജി നൽകിയത്. ജാമ്യം ലഭിച്ചാൽ സ്വർണ്ണ കവർച്ച കേസിൽ പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാകും മുരാരി ബാബു. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ആദ്യം നമുക്ക് ഈ തന്ത്രിയുടെ കസ്റ്റഡിയിലേക്ക് വരാം എന്ന് തോന്നുന്നു. കൃഷ്ണരാജ്, ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ തന്ത്രിയെ വിട്ടിരിക്കുന്നത്. അതായത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ തന്ത്രിയെ കൊല്ലത്ത് തന്നെ വെച്ച് ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. എന്തായാലും കോടതിക്ക് പുറത്തേക്ക് തന്ത്രിയുമായി പ്രത്യേക അന്വേഷണ സംഘം പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വരെ തന്ത്രിയെ ചോദ്യം ചെയ്യും, തിരികെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും തന്ത്രിയിൽ നിന്നും ഇനിയും വിവരങ്ങൾ അറിയുവാനുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ 2 ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, അതായത് 2 കേസുകളിലും ഒരുമിച്ചാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഇടക്കാല കുറ്റപത്രം പോലും SIT സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യം കിട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കാട്ടി ഈ മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ ഈ 2 ജാമ്യ ഹർജികളും വിജിലൻസ് കോടതിയിൽ നേരത്തെ ഫയൽ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ ജാമ്യ ഹർജികൾ രണ്ടും പരിഗണിച്ച് വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തരത്തിലുള്ള എതിർപ്പുണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കൂടുതൽ എതിർത്ത് നിൽക്കാനാവില്ല. സാധാരണയായി ഒരു പ്രതി അറസ്റ്റിലായി 90 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. മനോജ്, കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയിരുന്നല്ലോ, മറ്റൊരു കേസിൽ അകത്താണെങ്കിൽ പോലും. ഇതിപ്പോൾ അതേപടിയാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും മുരാരി ബാബുവിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മുരാരി ബാബുവിനെ 2 കേസുകളിലും ഈ ജാമ്യ ഹർജികൾ കോടതി പരിഗണിച്ചു. ചിലപ്പോൾ നാളെ മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയേക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പ കേസിൽ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു. ഇനി ബാക്കിയുള്ള പ്രതികൾക്ക് കൂടെ ജാമ്യം കിട്ടുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതായത് മുരാരി ബാബുവിന് ശേഷം അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ ഈ കാലാവധിയും റിമാൻഡ് കാലാവധിയും 90 ദിവസം പിന്നിടാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവർ ഫയൽ ചെയ്യുന്ന ജാമ്യ ഹർജികളും കോടതിക്ക് പരിഗണിക്കേണ്ടി വരും. സ്വാഭാവികമായും അവർക്കും ജാമ്യം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ അതിനു മുമ്പ് പോലും SIT കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടിളപ്പാളി കേസിൽ 90 ദിവസമാകുവാനും ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസത്തിനിടയിൽ പോലും ഈ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ മോചിതനാകും. എന്തായാലും കേസിലെ മുഖ്യപ്രതിയും രണ്ടാമത് അറസ്റ്റിലായിട്ടുള്ള പ്രതിയും ജയിൽ മോചിതനായി കഴിഞ്ഞാൽ SITയുടെ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലാണെങ്കിൽ പോലും കട്ടിളപ്പാളി കേസിലും ഉടനടി തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. നാളെയാണ് മുരാരി ബാബുവിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുക. കോടതി വിധി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടാണെങ്കിൽ മുരാരി ബാബു ഈ കേസിൽ നിന്നും ഈ ജയിൽ മോചിതനാകുമെന്നുള്ളതാണ്. ഈ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിനെ തുടർന്ന് ഈ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ പ്രതിയാകും മുരാരി ബാബു. യെസ്.